ഹലോ ഫ്രണ്ട്സ്. ഇന്നൊരു പുതിയ കഥയായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പം എല്ലാവരും കഥ കേൾക്കുക. കഥ കേട്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്സ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിനി കഥയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കഥ എന്ന് പറയുന്നത് സിനി ക്യാഷിന്റെ കാര്യങ്ങൾ അത്യാവശ്യം കൂടുതലുണ്ടായതുകൊണ്ട് തന്നെയാണ് കേട്ടോ. ആ ഒരു കാശിന്റെ അത്യാവശ്യം സൗണ്ടിയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ സിനിക്കുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ സിനി അത്യാവശ്യം നല്ലൊരു റിച്ച് ഫാമിലി തന്നെയാണ് ജനിച്ചതും വളർന്നതും എല്ലാം. അങ്ങനെ ഒരു ദിവസം സിനി ഒരു കല്യാണ പാർട്ടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് രാത്രിയിൽ വീട്ടിലേക്ക് വരികയായിരുന്നു. ആ സമയത്ത് സിനിയുടെ ആ ഒരു ലക്ഷറി കാറ് ബ്രേക്ക് ഡൗൺ ആയി. അതിനുശേഷം സിനി പലരെയും വിളിക്കുകയാണ്. ശേഷം ഒരു മെക്കാനിക്ക് വരുന്നുണ്ട് അവിടെ. അങ്ങനെ ആ ഒരു നിമിഷമുണ്ടായ അനുഭവങ്ങളും കാര്യങ്ങളും സിനിയുടെ ഭയവും കാര്യങ്ങളും എല്ലാം ഒപ്പിയെടുത്തൊരു ചെറിയ കഥയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി സിനിയുടെ ശബ്ദത്തിൽ പറയാം. സിനിക്ക് പറയാനുള്ള ആ കഥ നിങ്ങൾക്കെല്ലാവർക്കും ഒരുപോലെ കേൾക്കാം. അന്നത്തെ ദിവസം ഒരു ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവിൻ്റെ ഒരു വിവാഹ നിശ്ചയമായിരുന്നു. അന്ന് രാത്രിയിലായിരുന്നു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ. ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന അത്യാവശ്യം നല്ലൊരു പട്ടുസാരി എടുത്തെടുത്തു. ഉടുത്ത സമയത്ത് അത് നന്നായിട്ട് തിളങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ സ്കിൻ കളറിന് അതുപോലൊരു മാച്ചായിട്ടുള്ള സാരി ഞാൻ എപ്പോഴും ഇഷ്ടപ്പെട്ടിരുന്നു. പിന്നെ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പെർഫ്യൂം ഉണ്ട്, ഡയർ. അതടിക്കാൻ ഞാൻ മറന്നിട്ടില്ലായിരുന്നു. അതടിച്ചു കഴിഞ്ഞാൽ അടുത്ത് നിൽക്കുന്ന ആരാണെങ്കിലും ശരി തന്നെ ഒന്ന് ആകർഷിച്ചു പോകും. അതാണ് ആ ഒരു പെർഫ്യൂമിൻ്റെ ആ ഒരു ഗുണം. പാർട്ടിക്കായതുകൊണ്ട് തന്നെ ഞാൻ അധികം ഓർണമെന്റ്സും കാര്യങ്ങളും ഒന്നും ഇട്ടിരുന്നില്ല. സാധാരണ ഒരു സിൽവറിന്റെ മാല മാത്രമേ ഇട്ടിട്ടുള്ളൂ. അത്യാവശ്യം ഫൗണ്ടേഷനും ലിപ്സ്റ്റിക്കും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഒരു ഡ്രസ്സ് നന്നായിട്ട് ധരിക്കുക, പിന്നെ കുറച്ച് അട്രാക്റ്റീവായിട്ട് നടക്കുക. അത് മാത്രമേ ഉള്ളൂ എൻ്റെ ലക്ഷ്യം. പിന്നെ അത്യാവശ്യം സുന്ദരിയായിട്ടിരിക്കുക. ഒരു പാർട്ടിക്ക് നമ്മൾ ചെല്ലുന്ന സമയത്ത് നീ സുന്ദരിയാണ്, അല്ലെങ്കിൽ നീ സിനിമാ നടിയെ പോലെ ഇരിക്കുന്നു എന്നൊക്കെ പറയുന്നത് കേൾക്കാൻ ഏതൊരു പെണ്ണിനെ പോലെ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതായിരുന്നു ഇപ്പോൾ എത്ര കാശുകാരാണെങ്കിലും ശരി തന്നെ നമ്മുടെ സ്വന്തം ഹെൽത്തും പിന്നെ നമ്മുടെ സൗന്ദര്യവും അത് രണ്ടും കാത്തു സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു പെണ്ണാണെന്ന് പറഞ്ഞിട്ട് അതിൽ കാര്യമൊന്നുമില്ലല്ലോ. അങ്ങനെ ഡ്രൈവറിൻ്റെ സഹായമൊന്നുമില്ലാതെ ഞാൻ പതിവ് പോലെ ഒറ്റയ്ക്ക് തന്നെ ഡ്രൈവ് ചെയ്ത് ഞാനൊരു പറഞ്ഞ ഒരു ഓഡിറ്റോറിയമായിരുന്നു, അത്യാവശ്യം ലക്ഷറി ആയിട്ടുള്ള ഒരു ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയായിരുന്നു. ആ സമയത്ത് എല്ലാവരും ഉണ്ടായിരുന്നു, എൻ്റെ ഫ്രണ്ട്സും പിന്നെ റിലേറ്റീവ്സും എല്ലാവരും ഒരുപോലെ നിൽക്കുന്ന ഒരു പാർട്ടിയായിരുന്നു. ആ സമയത്ത് കല്യാണം അവരുടേതാണെങ്കിലും തിളങ്ങിയത് ഞാനായിരുന്നു. കാരണം അത്യാവശ്യം സുന്ദരിയായിട്ട് ഒരുങ്ങി വന്നപ്പം ഒന്ന് തിളങ്ങുന്നത് ഒരു അത്യാവശ്യം നല്ലത് തന്നെയല്ലേ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ നല്ല ഫങ്ഷനൊക്കെ കൂടി പിന്നെ എല്ലാവരും യാത്ര പറഞ്ഞു. പഴയ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പം എല്ലാവരോടും യാത്ര പറഞ്ഞു. ആ സമയത്താണെന്നുണ്ടെങ്കിലും എല്ലാവരും തിരക്കിയത് എൻ്റെ ഹസ്ബൻഡിനെ ആയിരുന്നു. ആള് എപ്പോഴും ഒരു ബിസിനസ് ടൂറിലാണല്ലോ, അതുകൊണ്ട് തന്നെ വരാൻ പറ്റില്ല എന്ന് ഞാൻ മറുപടി പറഞ്ഞു. അപ്പം എല്ലാവരും ഒരു പുഞ്ചിരിയോടെ തന്നെ പറഞ്ഞു, രണ്ടുപേരും കൂടെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കളറായിരുന്നു. ഇപ്പോൾ സിനിയാണെന്നുണ്ടെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് എന്നൊക്കെ എല്ലാവരും പറയുന്നത് കേട്ടപ്പോൾ ഞാനും ഒന്ന് പൊങ്ങിപ്പോയി. കാരണം അതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ അത്യാവശ്യം ഉടുത്തൊരുങ്ങിയൊക്കെ വരുന്നത്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് അന്നത്തെ ദിവസം രാത്രിയിൽ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞാൻ വണ്ടിയെടുത്തു. അങ്ങനെ വണ്ടിയെടുത്ത് കഴിഞ്ഞ സമയത്താണ് റോഡിലെല്ലായിടത്തും നല്ല രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പോരാത്തതിന് മഴ വന്നാൽ അറിയാലോ, പിന്നെ അവിടുത്തെ അവസ്ഥ പിന്നെ പറയണ്ടല്ലോ. മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ മൊത്തം ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കരുതലോടെയാണ് വണ്ടി ഓടിച്ചത്. സമയം അപ്പോൾ 9 മണി കഴിഞ്ഞിരുന്നു. സമയം അങ്ങനെ പോകുന്ന സമയത്ത് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, ഒരു കാട് കയറിയാണ് ഇനി പോകേണ്ടത്. ആ കാട്ടിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇടവഴി പോലുള്ള സ്ഥലമാണ്.
റോഡ് അത്യാവശ്യം നല്ലത് തന്നെയാണ്, ടാറിട്ട റോഡ് തന്നെയാണ്. പക്ഷെ അതുവഴി വണ്ടിയും കാര്യങ്ങളൊന്നും അധികമൊന്നും വരാറില്ല. അതുകൊണ്ട് തന്നെ ഒരു വിജനമായ പ്രദേശമായിരുന്നു അത്. മഴയും പിന്നെ ഇതെല്ലാം ഒരു അന്തരീക്ഷവും അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ പോകണം എന്ന് ആലോചിച്ചപ്പോൾ അത്യാവശ്യം നല്ല ഭയം തോന്നി. എങ്ങനെയെങ്കിലും അപ്പുറത്തെത്തിയാൽ മതി, ഒന്ന് വീട് പിടിക്കണം. പിന്നെ ഇത്രയും നേരം അവിടെ നിന്നതല്ലേ, നല്ല ക്ഷീണമുണ്ട് എൻ്റെ മുഖത്ത്, ഒന്ന് റെസ്റ്റ് എടുക്കണം, ഒന്ന് കിടന്നാൽ മതി എന്നുള്ളൊരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ ആ ഒരു നിമിഷം. അങ്ങനെ റോഡിലെ ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് നീങ്ങി. റോഡിലെ ആ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ കാറിനുള്ളിലേക്ക് അടിച്ച് എൻ്റെ ആ സാരിയുടെ തുമ്പും എല്ലാം നന്നായിട്ട് തിളങ്ങുന്നുണ്ടായിരുന്നു. കാരണം തിളങ്ങുന്ന അത്യാവശ്യം നല്ലൊരു സാരി തന്നെയായിരുന്നു ഞാൻ ഉടുത്തിരുന്നത്. അങ്ങനെ ഓടിച്ചോടിച്ച് വന്ന സമയത്ത് ഇനിയാണ് ആ ഒരു വളവ്, കാടും ആ ഒരു ഇരുട്ടും അന്തരീക്ഷങ്ങളും എല്ലാം ഉള്ള ആ ഒരു വളവ്. ആ വളവ് കഴിഞ്ഞ് കുറച്ച് ദൂരം, ഏകദേശം 3-4 കിലോമീറ്റർ കഴിഞ്ഞാലേ അടുത്ത റോഡ് പിടിക്കാൻ പറ്റൂ. അത് മാത്രമേ ഉള്ളൂ. ആ ഒരു 9-10 മണി വരെയുള്ള ആ ഒരു സമയത്ത് എനിക്ക് നല്ല ഭയമുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ റോഡ് മുഴുവൻ കാണാൻ പറ്റാത്ത രീതിയിൽ നല്ല രീതിയിൽ മഴ പെയ്യാൻ തുടങ്ങി. മഴ അത്യാവശ്യം നന്നായിട്ട് ഉറച്ചു പെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ അല്പം സ്ലോ ചെയ്തു. കാരണം മറ്റൊന്നും ആയിരുന്നില്ല, ഇനി കൂടുതൽ അങ്ങനെ നീണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടി എവിടെയെങ്കിലും ചെന്ന് കയറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അല്പം സ്ലോ ചെയ്ത് തന്നെയാണ് വണ്ടി മുന്നോട്ട് നീക്കിയത്. അങ്ങനെ പതുക്കെ പതുക്കെ വണ്ടി ഞാൻ നിർത്തിവെച്ചു. കാരണം അത്രത്തോളം മഴയല്ലേ, എങ്ങനെ പോകാൻ കഴിയും? അങ്ങനെ ആ ഒരു കാട് പ്രദേശത്ത് ഞാൻ പതുക്കെ വണ്ടി വീണ്ടും മൂവ് ചെയ്ത് പതുക്കെ പതുക്കെ അങ്ങനെ വണ്ടി പൊക്കോണ്ടിരിക്കുന്ന സമയത്തായിരുന്നു വണ്ടിക്ക് എന്തോ ഒരു പ്രശ്നം പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ പതുക്കെ എന്താണ് സംഭവിച്ചത്, വണ്ടിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നൊന്നും മനസ്സിലാവാതെ കുറച്ചു നേരം അങ്ങനെ നോക്കിയിരുന്നു. അങ്ങനെ പതുക്കെ വണ്ടി നിന്നു. എനിക്ക് പല പണികളും ഞാൻ ചെയ്തു നോക്കി. വണ്ടി റൈസ് ചെയ്യാൻ നോക്കി, വണ്ടി ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് ഓടിക്കാൻ നോക്കി. എല്ലാം ശ്രമിച്ചിട്ടും വണ്ടി ഒന്നും അനങ്ങുന്നത് പോലുമില്ല. അതേപോലെ തന്നെ കിടക്കുന്നു. ഇനി എന്ത് ചെയ്യുന്നതൊക്കെ നോക്കി എന്നൊക്കെയുള്ള ടെൻഷനിൽ പ്രേതം നിൽക്കുന്ന സമയത്ത് വന്ന് ഭർത്താവിനെ ഫോൺ എടുത്ത് വിളിച്ചുള്ള ടെൻഷനില്ല എന്റെ മനസ്സിലായാലും ഇങ്ങനെയുള്ള മനുഷ്യനെ കുറിച്ച് പെയ്യുകയും ചെയ്യുന്ന പ്രയോജനമില്ല. ഞാൻ എന്ത് ചെയ്യണം, എന്തൊക്കെ ഞാൻ ചെയ്തിട്ട് പോലും ആ മനുഷ്യന്റെ ഒരു പരിഗണന പോലും അപ്പൊ തന്നെ ഞാൻ എന്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു. എനിക്ക് മാത്രമല്ല വിളിച്ച സമയത്ത് മറ്റാരോട് ഞാൻ പറയാം, ഒരു മെക്കാനിക്കൽ ഞാൻ വിളിച്ചു. എടി, ഇതിനകത്ത് വിളിച്ച് കോണ്ടാക്ട് ചെയ്യേ, എനിക്ക് അത്യാവശ്യം അറിയാവുന്ന ഒരാൾ തന്നെയാണ്. പിന്നെ ഈ ഒരു അവസ്ഥയിൽ ആ ഒരു ഏരിയയിൽ അവൻ മാത്രമേ കാണത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. നീ ഏതായാലും ഒന്ന് വിളിച്ചു നോക്ക്, വിളിച്ചു കിട്ടിക്കഴിഞ്ഞാൽ നിന്റെ ഭാഗ്യം. അങ്ങനെ അവൻ പറയുന്നത് കേട്ട് ഞാൻ ആ മെക്കാനിക്കിനെ വിളിച്ചു. അത് അത്യാവശ്യം അങ്ങനെ കിട്ടുന്നില്ലായിരുന്നു ആദ്യം വിളിച്ച സമയത്ത്. അത് കഴിഞ്ഞ സമയത്ത് പിന്നെ ഞാൻ ട്രൈ ചെയ്തു. കാരണം വേറെ നിവർത്തിയില്ലല്ലോ. ഇനി ഇവിടെ അങ്ങനെ കിടന്നു പോയി കഴിഞ്ഞാൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ എന്നുള്ള ഭയം എനിക്കുണ്ടായിരുന്നു. കാറിൽ നിന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയില്ല, കാരണം മഴയല്ലേ. അങ്ങനെ ആ ഒരു മഴയത്ത് തന്നെ ഞാൻ അങ്ങനെ നിന്നു. ക്ഷമിക്കണം, ആ ഒരു മഴയത്ത് തന്നെ കാറിൽ തന്നെ ഞാൻ അങ്ങനെ ഇരുന്നു. അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ട്രൈ ചെയ്തു. അപ്പോഴാണ് റിങ് കേൾക്കുന്നുണ്ട്. എൻ്റെ മനസ്സിൽ ആ ഒരു ടൈമിൽ ഉണ്ടാകുന്ന ആ ഒരു സിറ്റുവേഷൻ പറഞ്ഞറിയിക്കാൻ കഴിയില്ല. പെട്ടെന്ന് ആ റിങ് ചെയ്ത സമയത്ത് തന്നെ ഞാൻ വളരെയധികം സന്തോഷിച്ചിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അയാൾ ഫോൺ എടുത്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ ആ ഒരു കാര്യം പറഞ്ഞു. പെട്ടെന്ന് എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, ഈ ഒരു മഴയത്ത് ഞാൻ കുടുങ്ങിയിരിക്കുകയാണ്, ഒന്ന് വരാൻ പറ്റുമോ എന്നെല്ലാം ഞാൻ അയാളോട് ചോദിച്ച സമയത്ത് അയാൾ മറ്റൊരു അഭിപ്രായം പറഞ്ഞില്ല. ഞാൻ എത്തിക്കൊള്ളാം, ഏകദേശം ഒരു 20 മിനിറ്റ് വേണ്ടി വരും എനിക്ക് അവിടെ എത്താൻ, അതുവരെ ഒന്ന് കാത്തു നിൽക്കണം എന്ന് പറഞ്ഞു. സമയം അപ്പോൾ ഏകദേശം 10 മണിയോളം ആയിരുന്നു. ഞാൻ ആ ഒരു സമയത്ത് ഒരു മനസ്സോടെ പെട്ടെന്ന് വരണം കേട്ടോ, ഞാനിവിടെ ഒറ്റയ്ക്ക് നിൽക്കുകയാണ് എന്ന് അയാളടുത്ത് പറഞ്ഞു. ആ സമയം തന്നെ അയാൾ പറഞ്ഞു, ഒരു 20 മിനിറ്റിനുള്ളിൽ ഞാൻ അവിടെ എത്തിക്കൊള്ളാം, പേടിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ട് അയാൾ ആ സമയം തന്നെ അവിടുന്ന് പുറപ്പെട്ടു. ആ ഒരു നിമിഷം, ആ ഒരു സമയം അയാൾ ഫോൺ എടുത്തത് എനിക്ക് വലിയൊരു സന്തോഷമായി. മറ്റൊന്നും ആയിരുന്നില്ല,
ആ ഒരു സമയത്ത് അങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സിറ്റുവേഷൻ അറിയാലോ, ഞാനൊരു പെണ്ണല്ലേ, മറ്റൊരു അപായപ്പെടുന്ന ഒരു സ്ഥലത്ത് അങ്ങനെ ഒട്ടും അറിയാത്ത ആ ഒരു വിജനമായ പ്രദേശത്ത് ഒറ്റപ്പെട്ടു പോയ അവസ്ഥ അറിയാലോ. അങ്ങനെ ഞാനങ്ങനെ നിന്നു. മഴ ഒരല്പം തോന്നിയിട്ടുണ്ട്. ഞാൻ കാറിൽ നിന്ന് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കി. മഴ ചെറിയ ചാറ്റലോടെ പെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് ഞാൻ നേരെ നോക്കിയ സമയത്ത് ഒരു ബൈക്കിന്റെ വെട്ടം കാണുന്നുണ്ട്. ആരായിരിക്കും ആ വരുന്നത് എന്നുള്ള ആ ഒരു ക്യൂരിയോസിറ്റി ഒക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞ സമയത്താണ് എനിക്ക് മനസ്സിലായത് അത് ആ ഒരു മെക്കാനിക്കായിരുന്നു. എൻ്റെ മനസ്സിൽ ഒരു ലഡു പൊട്ടിയതുപോലെ, ഓ ആരെങ്കിലും ഒരാൾ വന്നല്ലോ എന്നൊക്കെയുള്ള ഒരു സന്തോഷം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അയാൾ അടുത്തെത്തിയ സമയത്ത് ഞാൻ അയാളെ തുറച്ചു നോക്കി. അയാൾ എന്നെയും ഒരുപോലെ തന്നെ നോക്കി. മറ്റൊന്നും ആയിരുന്നില്ല, അയാൾ നല്ലൊരു പൊക്കമുള്ളൊരു മനുഷ്യനായിരുന്നു. കാണാൻ ഒരു ഇടത്തരം നിറം, പിന്നെ അത്യാവശ്യം നല്ലൊരു ബോഡി ഫിറ്റ്നസ് ഒക്കെ ഉള്ള ഒരാളാണ് എന്നെനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അപ്പോൾ അയാൾ വന്നിട്ട് ചോദിച്ചു എന്താണ് സംഭവിച്ചതെന്ന്. ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചെറുതായിട്ട് ഇവിടെ എത്തിയപ്പോൾ നല്ല മഴ പെയ്തിരുന്നു. ആ സമയത്ത് ഞാൻ പതുക്കെ മൂവ് ചെയ്ത സമയത്ത് നിന്ന് പോയതാണ് എന്ന് ഞാൻ അയാളോട് മറുപടി പറഞ്ഞു. അപ്പൊ തന്നെ അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ആ നമുക്കേതായാലും നോക്കാൻ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ, കണ്ടീഷനൊക്കെ ഒന്ന് നോക്കട്ടെ, ഒന്ന് മാറി നിൽക്കുമോ, ഞാൻ ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കട്ടെ എന്നിങ്ങനെ അയാൾ പറഞ്ഞു. ആ സമയത്ത് അയാൾ വണ്ടിയിൽ കയറി ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാനൊക്കെ നോക്കി. പക്ഷേ ആ സമയത്തും സെയിം ആ അനുഭവം തന്നെയായിരുന്നു. ശേഷം അയാൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വണ്ടി ഒന്ന് റിപ്പയർ ചെയ്യാനുള്ള ആ ഒരു ബോണറ്റൊക്കെ മുക്കി എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും വന്ന് റൈസ് ചെയ്തു. വണ്ടി എന്നിട്ടും അതേപോലെ തന്നെയായിരുന്നു. ആ ഒരു നിമിഷം വീണ്ടും മഴ പെയ്യാൻ തുടങ്ങി. പുറത്ത് നിൽക്കുന്ന ഞാൻ നന്നായിട്ട് നനയാൻ തുടങ്ങി. നല്ല രീതി മഴ പെയ്ത് ഞാൻ നന്നായിട്ട് നനയുന്നുണ്ടായിരുന്നു. അങ്ങനെ അയാൾ ഇടയ്ക്കിടയ്ക്ക് വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയും വണ്ടി പുറത്തുനിന്ന് എന്തൊക്കെയോ ചെയ്യുകയും അതിനുശേഷം അകത്തേക്ക് കയറി എന്തൊക്കെയോ അതിനകത്ത് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ആ ഒരു സമയത്ത് നല്ല രീതിയിൽ നനയുന്നുണ്ടായിരുന്നു. പക്ഷേ സമയം അപ്പോൾ ഏകദേശം 11 മണി കഴിഞ്ഞിരുന്നു. എനിക്ക് എന്തെന്നില്ലാത്ത മുഷിച്ചിലും പിന്നെ ആ ഒരു പേടിയും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ പരിഭ്രാന്തിയും ആ ഒരു കാര്യങ്ങളെല്ലാം കണ്ടിട്ട് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, മാഡം പേടിക്കണ്ട കേട്ടോ, ഇത് നമുക്കിപ്പം തന്നെ ശരിയാക്കാം. മാഡം ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട, മാഡം കയറിയിരിക്കുന്നെങ്കിൽ ഇരുന്നോളൂ കേട്ടോ, മഴ ഇങ്ങനെ നനയണ്ട. അങ്ങനെ ആ സമയത്ത് ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അയാളുടെ അടുത്ത് പറഞ്ഞു, എന്തൊക്കെയായാലും ഞാൻ നനഞ്ഞു, പിന്നെ ഇതിനകത്ത് കയറിയിരുന്നിട്ട് എന്ത് കാര്യം എന്നിങ്ങനെ അയാളോട് പറയുമ്പോൾ അയാൾ എന്നെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, മാഡം എനിക്കൊരു ഹെൽപ്പ് ചെയ്യുമോ? അപ്പോൾ ഞാൻ തിരിച്ചു ചോദിച്ചു, എന്ത് ഹെൽപ്പാണ് വേണ്ടേ എന്ന് ചോദിച്ച് ആ സമയത്ത് അയാൾ തന്നെ ആ ഒരു വണ്ടിയുടെ ബോണറ്റ് പൊക്കിയിട്ട് ഈ സംഭവം ഒന്ന് പിടിച്ച് വലിക്കാൻ സഹായിക്കുമോ? കാരണം ഇത് വലിച്ച് പൊക്കിക്കഴിഞ്ഞാലേ ഇത് എന്താണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. ഇതെനിക്ക് വലിച്ചൂരിയെടുക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. ഇതൊന്ന് വലിച്ചൂരിയെടുക്കാൻ സഹായിക്കാമോ എന്ന് ചോദിച്ചു. അപ്പം തന്നെ ഞാനിതൊന്നും ചെയ്തിട്ടില്ല, ഞാൻ നോക്കാം എന്നിങ്ങനെ മറുപടി പറഞ്ഞു. അപ്പം അയാളൊരു പുഞ്ചിരിയോടെ, എന്നാൽ അയാളൊന്ന് നോക്ക്, കുഴപ്പമൊന്നുമില്ല, കുറച്ച് ശക്തിയായിട്ട് പിടിച്ച് വലിച്ചാൽ മതി, അത് ഞൂരിപ്പോരുന്നോളും, വേണമെന്ന് പുഷ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ആ സമയം ഞാനൊരു ചമ്മലോടെ പരിഭ്രാന്തിയോടെ അവിടേക്ക് ചെന്ന് വലിച്ചൂരാൻ നോക്കി. ആ സാധനം എത്ര ശ്രമിച്ചിട്ടും നടക്കുന്നില്ല. അങ്ങനെ ഞാൻ കുറച്ചുകൂടെ ഒന്ന് പുഷ് ചെയ്ത് പെട്ടെന്ന് വലിച്ചൂരിയെടുത്തു. അപ്പം തന്നെ അയാളെന്നെ നോക്കി പുഞ്ചിരിച്ചു. മാഡത്തെ പറയുന്നത് പോലൊന്നുമല്ല, മാഡം കാണുന്നത് പോലൊന്നുമല്ല, അത്യാവശ്യം നല്ല ശക്തിയൊക്കെ ഉള്ള ഒരാളാണ് എന്നെ ഒന്ന് പുകഴ്ത്തി പറഞ്ഞു. ഏതെങ്കിലും ഫംഗ്ഷൻ എവിടെയെങ്കിലും പോയിട്ട് വരുവാണോ? അപ്പം ഞാൻ ചോദിച്ചു, എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, മാഡം അത്യാവശ്യം സുന്ദരിയായിട്ടിരിക്കുന്നു, പിന്നെ ഇപ്പം ഒരു ഫംഗ്ഷൻ പോയിട്ട് വരുന്ന ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ചോദിച്ചതാണ്. മാഡം എന്തെങ്കിലും ഫംഗ്ഷന് പോയിട്ട് വന്നതാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ അയാളുടെ മറുപടി പറഞ്ഞു, ഒരു ചെറിയ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, എൻ്റെ റിലേറ്റീവിൻ്റെ ഫംഗ്ഷനാണ്, പോയിട്ട് വന്നപ്പം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്, അതാണ് എന്ന് ഞാൻ മറുപടി പറഞ്ഞു.
അപ്പൊ പെട്ടെന്ന് തന്നെ എല്ലാരും പറയുന്നത് പോലെ അയാൾ പറഞ്ഞു, മാഡം കാണാൻ അത്യാവശ്യം സുന്ദരിയാണ്. അപ്പം അത് കേട്ട സമയത്ത് ഞാനും ചോദിച്ചു, ആ, ആ ഒരു സമയത്ത് ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്നതാണല്ലോ, മഴ പെയ്യുന്ന സമയത്താണെങ്കിലും ഞാൻ സുന്ദരിയാണെന്ന് പറയുന്നത്. അപ്പം അത് കേട്ട സമയത്ത് തന്നെ ഞാൻ അയാളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. എന്താ അങ്ങനെ പറഞ്ഞത് എന്ന് ഞാൻ ചോദിച്ചു. അല്ല, മാഡം കാണാൻ അത്യാവശ്യം സുന്ദരിയാണ്, കാണാനൊരു ഫിലിം ആക്ട്രസിന്റെ ലുക്കുണ്ട് എന്നൊക്കെ അയാൾ എൻ്റെ അടുത്ത് മറുപടി പറഞ്ഞു. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ അയാൾ എൻ്റെ അടുത്ത് പറയാൻ തുടങ്ങി. അയാളുടെ വീട്ടിലെ അനുഭവങ്ങളും പിന്നെ അയാളുടെ ജോലിയുടെ കാര്യങ്ങളും എല്ലാം. ആ സമയത്ത് അയാൾക്ക് എൻ്റെ കമ്പനിയിൽ ഒരു ജോലി കൊടുക്കണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ എൻ്റെ മനസ്സിൽ തോന്നി. പാവല്ലേ, പാവപ്പെട്ട മനുഷ്യൻ. നമ്മുടെ കണക്കൊരു ലൈഫോ കാര്യങ്ങളോ അയാൾക്കില്ലല്ലോ. അപ്പോൾ തന്നെ എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നിപ്പോയി. ആ ടൈമിൽ അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ശരിക്കും മാഡത്തിൻ്റെ വീട് എവിടെയാണ്? മുമ്പ് എവിടെയും ഞാൻ അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല, എവിടെയാ വീട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പം തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നപോലെ ഒരു ബിസിനസ് മാൻഡ്രേക്കിൻ്റെ മോളാണ്. അച്ഛൻ്റെ പേരും കാര്യങ്ങളും ഭർത്താവിൻ്റെ പേരും എല്ലാം പറഞ്ഞ സമയത്ത് തന്നെ അയാൾ ഞെട്ടിപ്പോയി. പെട്ടെന്ന് ഇങ്ങനെ ഒരാളെ മീറ്റ് ചെയ്യാൻ സാധിച്ചത് അയാൾക്ക് വല്ലാത്തൊരു അനുഭവമായിപ്പോയി. ആ സമയത്ത് തന്നെ ഞാൻ അയാളുടെ കണ്ണിൽ നോക്കി. എന്നെ നോക്കി വളരെയധികം ആ ഒരു അത്ഭുതത്തോടെ നോക്കുന്ന ആ ഒരു കണ്ണുകൾ പെട്ടെന്ന് ഞാനും അങ്ങനെ സ്ട്രൈക്ക് ചെയ്തു. പെട്ടെന്ന് അയാൾ ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞു, മാഡത്തിന് ഒരാളെ ഇങ്ങനെ കാണാൻ സാധിച്ചത് തന്നെ, അല്ല ഇങ്ങനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചതിനെ വല്ലാത്തൊരു അനുഭവം തന്നെയാണ് കേട്ടോ. ഞങ്ങളൊക്കെ ആരാധിക്കുന്ന ഒരു മനുഷ്യനാണ്. നിങ്ങളുടെ അച്ഛനാണെങ്കിൽ ശരി തന്നെ, ആള് എല്ലാവർക്കും ഒരു ജോലിയൊക്കെ കൊടുക്കുന്ന നല്ലൊരു മനുഷ്യനാണ്. അപ്പൊ തന്നെ ഇങ്ങനെ ഒരാളെ കാണാൻ സാധിച്ചത് എനിക്ക് വല്ലാത്തൊരു അനുഭവമാണ് കേട്ടോ എന്ന് മറുപടി പറഞ്ഞു. ശരിക്കും ഞാൻ ഫോൺ എടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ മാഡത്തിൻ്റെ കൂടെ ഒരു സെൽഫി എടുക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഫോണും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ലായിരുന്നു. ഇനിയിപ്പോൾ അത് സാധിക്കില്ലല്ലോ എന്ന് അയാളിങ്ങനെ എൻ്റെ അടുത്ത് മറുപടി പറഞ്ഞു. അപ്പം അയാളുടെ ഒരു ആഗ്രഹമല്ലേ സെൽഫി എടുക്കണമെന്നൊക്കെയുള്ള. കണ്ടുമുട്ടിയ സമയത്ത് തന്നെ അയാളുടെ ആഗ്രഹം എന്ന പോലെ തന്നെ ആ ഒരു മഴയത്ത് എനിക്കൊരു ആഗ്രഹം തോന്നി അയാൾക്കത് സാധിച്ചു കൊടുക്കണമെന്നത്. അപ്പോൾ ഞാൻ അയാളുടെ അടുത്ത് പറഞ്ഞു, നിങ്ങളുടെ നമ്പർ എനിക്കൊന്ന് തന്നേരൂ, അപ്പോൾ ഞാനൊരു സെൽഫി എടുക്കാം. അതെടുത്ത് കഴിഞ്ഞിട്ട് ഞാനത് നിങ്ങളുടെ ഫോണിലേക്ക് ഷെയർ ചെയ്തോളാം, വാട്സാപ്പൊക്കെ ഉണ്ടല്ലോ അല്ലേ. അത് പറഞ്ഞു കേട്ട സമയത്ത് തന്നെ അയാൾക്ക് നല്ല സന്തോഷം തോന്നി. അങ്ങനെ അയാൾക്കത് കേട്ട സമയത്ത് തന്നെ നല്ല സന്തോഷം തോന്നിയ സമയത്ത് ഞാൻ പതുക്കെ എൻ്റെ ഫോൺ എടുത്തൊന്നു. അത് കണ്ട സമയത്ത് തന്നെ ഐഫോൺ ആയിരുന്നു, അത്യാവശ്യം നല്ല ലക്ഷറി ആയിട്ടുള്ള ഫോണ്. മാഡം ഈ ഫോണാണോ യൂസ് ചെയ്യുന്നത് എന്ന് അയാളുടെ അടുത്ത് ചോദിച്ചു. എന്നിട്ട് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, മാഡം ഞാൻ ഇത്രയും നല്ല ഫോണും കാര്യങ്ങളൊന്നും അങ്ങനെ കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാണ് കേട്ടോ. പെട്ടെന്ന് ഞാനൊരു ഫോട്ടോ എടുത്തു. അപ്പം അയാളൊരു അല്പം അകലെ മാറി വളരെ റെസ്പെക്റ്റ് ഇട്ട് നിൽക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ അടുത്ത് നിൽക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല കേട്ടോ, കുറച്ച് അങ്ങനെ അകൽച്ചയായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ചേർന്ന് നിന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു സമയത്ത് അയാൾ അല്പം എന്നോട് ചേർന്ന് നിന്നു. ഞാൻ നല്ലൊരു പിക്ചർ ക്യാപ്ചർ ചെയ്തു. ആ സമയത്ത് അയാൾ എൻ്റെ കണ്ണിലും നോക്കി, ഞാൻ അയാളുടെ കണ്ണിലും. അങ്ങനെ ഞങ്ങൾ പരസ്പരം ഒന്ന് നോക്കിയതിനു ശേഷം നമ്പർ കൈമാറ്റം ചെയ്തു. അതിന് കഴിഞ്ഞിട്ട് അയാളുടെ നമ്പറിലേക്ക് ഞാൻ എൻ്റെ ആ ഒരു പിക്ചർ, ഞാനും അയാളും കൂടെ ചേർന്ന് നിൽക്കുന്ന ആ ഒരു ഫോട്ടോ അയാൾക്ക് ഞാൻ അയച്ചു കൊടുത്തു. അയാൾക്ക് ആ സമയത്ത് തന്നെ ഒരുപാട് സന്തോഷമായി. ശേഷം ഞാൻ അയാളുടെ ചോദിച്ചു, എത്രയായി ക്യാഷും കാര്യങ്ങളും. അപ്പം അയാൾ എൻ്റെ അടുത്ത് മറുപടി പറഞ്ഞു, മാഡത്തെ പോലെ ഒരാളുടെ അടുത്ത് ഞാനിങ്ങനെ ക്യാഷും കാര്യങ്ങളും അങ്ങനെ ചോദിക്കുന്നത് ശരിയല്ല. എനിക്ക് ഇത്രയധികം ഒരു കണ്ടുമുട്ടലുകളും പിന്നെ ഞാൻ പറഞ്ഞ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചെന്ന മാഡത്തെ ഒരാളുടെ അടുത്ത് ഞാൻ എങ്ങനെയാണ് ഈ നമ്പറും കാര്യങ്ങളൊക്കെ, ഞാൻ ഈ പൈസയും കാര്യങ്ങളൊക്കെ ചോദിക്കാം? എനിക്ക് ക്യാഷിൻ്റെ കാര്യങ്ങളൊന്നും വേണ്ട മാഡം, മാഡത്തിൻ്റെ ആ ഒരു പ്രസൻസും കാര്യങ്ങളും എന്നും കൂടുതൽ ഉണ്ടായാൽ മതി. ശരിക്കും അയാളെപ്പോലെ ഒരു മനുഷ്യൻ എൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞ സമയത്ത് എനിക്കൊരുപാട് സന്തോഷവും കാര്യങ്ങളൊക്കെ തോന്നി തുടങ്ങി. ഞാൻ അയാളുടെ അടുത്ത് അങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ എൻ്റെ കമ്പനിയിൽ ഒരു ജോലി എന്തെങ്കിലും ശരിയാക്കി തരാം, അത് നേരിട്ട് വന്നാൽ മതി, ഇതാണ് എൻ്റെ വിസിറ്റിംഗ് കാർഡ്,
ഇങ്ങനെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാർട്ട് ടൈമായിട്ട് ഇങ്ങനെ മെക്കാനിക്കൽ കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ കമ്പനിയിലുള്ള കാര്യങ്ങളും, പിന്നെ ചിലപ്പോൾ എൻ്റെ ഡ്രൈവറായിട്ട് അവിടെ ജോലി ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ എൻ്റെ കമ്പനിയിലോട്ട് പോരെ. അവിടെ ഞാൻ ഡയറക്റ്റായിട്ട് അപ്പോയിൻറ്റ് ചെയ്തോളാം. നിങ്ങൾക്ക് വിരോധമൊന്നുമില്ലെങ്കിൽ അന്ന് തന്നെ ജോയിൻ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ വരില്ലല്ലേ? അങ്ങനെ ഞാൻ ചോദിച്ചു. ആ നിമിഷം തന്നെ അയാൾ പൂർണ്ണ സമ്മതത്തോടെ പറഞ്ഞു, ഞാനങ്ങ് എത്തിക്കോളാം മാഡം, മാഡം പേടിക്കണ്ട, ഞാൻ മാഡത്തിൻ്റെ കൂടെ എപ്പോഴും കാണും എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും യാത്ര പറഞ്ഞ് വണ്ടി ശരിയായി ഞാൻ വീട്ടിലേക്ക് തിരിച്ചു. ഈ ഒരു കഥയുടെ ഒരു ബാക്കി ഭാഗം, അതായത് രണ്ടാം ഭാഗം, അത് പുനരാവിഷ്കരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അത് ഞാൻ അപ്ലോഡ് ചെയ്തോളാം. അപ്പോൾ തന്നെ ഈ ഒരു സ്റ്റോറി കേട്ട എല്ലാവർക്കും എൻ്റെ നന്ദി. ഇനിയൊരു സ്റ്റോറിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും കഥ എൻജോയ് ചെയ്യുക.